കനത്ത മഴയിലും കൊടുങ്കാറ്റിലും വലഞ്ഞ ഗസ വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന കാറ്റിലും മഴയിലും ഗസയിലെ ലക്ഷക്കണക്കിന് പലസ്തീനികളുടെ ടെന്റുകൾ തകർന്നടിയുമെന്ന് മുന്നറിയിപ്പ്. അവശ്യവസ്തുക്കൾ ഇസ്രായേൽ ഗസയിലേക്ക് കടത്തിവിടുന്നില്ല. ഗസയിൽ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഇസ്രായേലിനുമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. ഇന്ന് മാത്രം 3 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. MC നാസർ ചെയ്തുകൊണ്ട് MC രണ്ടാം ഘട്ടത്തിലേക്ക് ചർച്ചകൾ കടക്കുമ്പോഴാണ് വംശഹത്യയ്ക്ക് പിന്നാലെ പ്രകൃതി ദുരന്തം കൂടി ഗസയിൽ വരുന്നത്. വലിയ നാശനഷ്ടമുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. വലിയ മഴയും കൊടുങ്കാറ്റുമൊക്കെ ബാധിക്കുന്നുണ്ട് മനുഷ്യരെ. ആദ്യം നമുക്ക് ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗസയിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച്. ഇതിന് വളരെ പ്രതികൂലമായിട്ടുള്ളൊരു കാലാവസ്ഥയെ കൂടിയാണ് ഗസ ജനത അല്ലെങ്കിൽ ഫലസ്തീൻ ജനത ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം 2 വർഷത്തിലധികം നീണ്ട വംശഹത്യ വരുത്തിവെച്ച കെടുതികളും അതിൻ്റെ ഏറ്റവും വലിയ ആഘാതവും അത് മറികടക്കാൻ പോലും സാധിക്കുന്നതിന് മുമ്പാണ് പ്രകൃതിക്ഷോഭത്തെ കൂടി ഈ ജനത ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. ബൈറോൺ എന്ന പേരിട്ട ചുഴലിക്കൊടുങ്കാറ്റാണ് വലിയ തോതിൽ ശക്തി ആർജിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയും അതോടൊപ്പം തന്നെ മറ്റന്നാൾ വൈകിട്ട് വരെ ഈ കൊടുങ്കാറ്റ് കൂടുതൽ ശക്തി ആർജിക്കും. അത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഗസ പ്രദേശം ഉൾപ്പെടെ ഫലസ്തീൻ മേഖലയിൽ രൂപപ്പെടുത്തുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇതിനെ നേരിടാനുള്ള ഒരു സംവിധാനങ്ങൾ പോലും അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നീക്കങ്ങൾ പോലും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ 2 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ഒരു വെടിനിർത്തൽ വേളയിൽ പോലും ആവശ്യത്തിനുള്ള ഉപകരണങ്ങളോ താൽക്കാലിക ടെന്റുകളോ ഈ ജനതയ്ക്ക് നൽകാനുള്ള ഒരു നീക്കം പോലും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വെടിനിർത്തൽ കരാറിൽ പറഞ്ഞ വ്യവസ്ഥകളൊക്കെയും ലംഘിച്ചുകൊണ്ട് ഈ ജനതയെ കടുത്ത പീഡനങ്ങൾക്കും കടുത്ത പരീക്ഷണങ്ങൾക്കും വിട്ടുകൊടുക്കുക എന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള സമീപനം തന്നെയാണ് ഈ ഘട്ടത്തിലും ഇസ്രായേൽ തുടരുന്നത്. പക്ഷേ പല ലോകരാജ്യങ്ങളും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഗസ ജനതയ്ക്ക് ഫലസ്തീൻ ജനതയ്ക്ക് കൂടുതൽ സഹായങ്ങൾ നൽകേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നുണ്ട്. UN രക്ഷാസമിതിയും UN പൊതുസഭയും ഇതുമായി ബന്ധപ്പെട്ട വളരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം ഏറ്റവും കടുത്ത ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഈ ജനത നേരിടാൻ പോകുന്നത്. നാളെയും മറ്റന്നാളും വളരെ നിർണായകമായിരിക്കും. ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 ലക്ഷം പേർക്കെങ്കിലും താൽക്കാലികമായിട്ടുള്ള താമസ സംവിധാനങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം നേരത്തെ യുദ്ധം കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ വളരെ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഒരു അന്തി ഉറങ്ങാനുള്ള ഒരു സൗകര്യം പോലും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ആ ഗസ മണ്ണ് തങ്ങൾ വിട്ടുപോകില്ല എന്ന ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടി തകർന്നടിഞ്ഞ കെട്ടിടങ്ങളിൽ വസ്ത്രങ്ങളിലും മറ്റും താൽക്കാലികമായിട്ട് മറച്ച് കൊണ്ടാണ് ഈ ജനത ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത്. അവരെയാണ് ഇപ്പോൾ ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ വലിയ തോതിൽ തന്നെ വെല്ലുവിളിയായിട്ട് ഉയർത്തിയിരിക്കുന്നത്. അതിനെ നേരിടാൻ വളരെ പരിമിതമായിട്ടുള്ള സംവിധാനങ്ങൾ മാത്രമാണ് തങ്ങളുടെ കൈവശമുള്ളതെന്ന് UN ഏജൻസികളും അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളും വ്യക്തമാക്കുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ ടെന്റുകളും മറ്റ് പ്രതിരോധ ഉപകരണങ്ങളും അടിയന്തരമായിട്ട് ഗസയിലേക്കും മറ്റും എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനമോ നടപടിയോ ഇതുവരെയും ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും അടുത്ത 48 മണിക്കൂറുകൾ വളരെ നിർണായകമായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഗസ ഉൾപ്പെടെയുള്ള ഫലസ്തീൻ ജനതയ്ക്ക് ഫലസ്തീൻ പ്രദേശങ്ങൾക്ക് ഏറ്റവും അവസാനമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. MC ഇനി രണ്ടാം ഘട്ട ചർച്ചകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തയ്യാറെടുപ്പുകൾ വൈറ്റ് ഹൗസിൽ ചർച്ച നടക്കാനിരിക്കുന്നു. നെതന്യാഹു അതായത് ഇസ്രായേൽ ഉൾപ്പെടെ പങ്കെടുക്കുന്നത്. ഹമാസിന്റെ പ്രതികരണം എങ്ങനെ വരുന്നു? ലോകരാജ്യങ്ങൾ ആ ചർച്ചയെ എത്രത്തോളം പ്രതീക്ഷയോടെ കാണുന്നു? അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ കൂടി. തന്നെ എന്തായാലും രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങണം എന്ന ഒരു ശക്തമായിട്ടുള്ളൊരു നിലപാടാണ് ഇപ്പോൾ അമേരിക്ക കൈക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഉടൻ തന്നെ ഇസ്രായേലിൽ എത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സ്റ്റീവ് വിറ്റ്കോഫും ജറദ് കുഷ്ണറുമായിരിക്കും ഇസ്രായേലിൽ വീണ്ടും എത്തുക. ഇസ്രായേൽ നേതൃത്വവുമായിട്ട് പ്രധാനമായിട്ടും പ്രധാനമന്ത്രി നെതന്യാഹു അതോടൊപ്പം തന്നെ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ ഇവരുമായിട്ടുള്ള കൂടിയാലോചനകൾ നടക്കേണ്ടതുണ്ട്. കാരണം ഒരു
നിലയ്ക്കും ഈ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ഒരു താല്പര്യം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അവർ പ്രകടിപ്പിച്ചിട്ടില്ല. 29-ന് വൈറ്റ് ഹൗസിൽ ട്രംപുമായി നടക്കുന്ന ആ ചർച്ചയിലൂടെ മാത്രമായിരിക്കും ഇസ്രായേൽ അതിന്റെ നിലപാടുകൾ പ്രഖ്യാപിക്കുക എന്നാണ് കഴിഞ്ഞ ദിവസം നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. അതേസമയം തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള സ്മോട്രിക്കും അതോടൊപ്പം തന്നെ ബെൻഗവിറും വ്യക്തമാക്കുന്നത് ഇനിയും ഈ വെടിനിർത്തലുമായിട്ട് മുന്നോട്ട് പോകരുത്, എത്രയും പെട്ടെന്ന് ഗസയിൽ ആക്രമണം പുനരാരംഭിക്കണമെന്നൊരു കടുത്ത പ്രതികരണമാണ് ഈ രണ്ട് മന്ത്രിമാരും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് അമേരിക്ക അംഗീകരിക്കുകയില്ല എന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ മാധ്യമങ്ങളിലൂടെ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്തായാലും സ്റ്റീവ് വിറ്റ്കോഫും ജെറഡ് കുഷ്നറും ഇസ്രായേലിൽ എത്തുന്ന ഒരു സാഹചര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു കൂടിയാലോചനകളിലൂടെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയാണ് അമേരിക്കൻ നേതൃത്വം പങ്കുവെക്കുന്നത്. അതേസമയം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ആദ്യഘട്ട വെടിനിർത്തൽ 2 മാസം പിന്നിട്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ 738 തവണയാണ് ഈ വെടിനിർത്തൽ ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നത്. 360-ലധികം പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി, 1000-ഓളം പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ പൂർണ്ണമായിട്ടും പാലിക്കാൻ ഇസ്രായേൽ ഉറപ്പ് നൽകാത്തിടത്തോളം രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ഹമാസും കൈക്കൊണ്ടിട്ടുണ്ട്. മധ്യസ്ഥ രാജ്യങ്ങളെയും അതോടൊപ്പം തന്നെ അമേരിക്കയെയും മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന ഹമാസ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വെടിനിർത്തൽ പൂർണ്ണമായിട്ടും പ്രാബല്യത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. അതില്ല എങ്കിൽ ഈ രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അപ്രസക്തമാണ്, അത് മുന്നോട്ട് പോകുന്നതിൽ തങ്ങൾക്ക് താല്പര്യമില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഹമാസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇനി മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയുമായിട്ടുള്ള ആശയവിനിമയങ്ങൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം എന്നത് ഇസ്രായേൽ നേതൃത്വവും അമേരിക്കൻ നേതൃത്വവും തമ്മിലുള്ള ചർച്ചയായിരിക്കും. ആ ചർച്ചയിലൂടെ മാത്രമായിരിക്കും രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒരു മൂർത്തമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. ധന്യ. ശരി MC, താങ്ക് യു. ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പിലെ ക്വാർട്ടർ പോരാട്ടങ്ങൾ നാളെ മുതൽ. മൊറോക്കോയും സിറിയയും തമ്മിലാണ് ആദ്യ മത്സരം. രണ്ടാം മത്സരത്തിൽ പലസ്തീൻ സൗദി അറേബ്യയെ നേരിടും. ഖത്തർ സമയം വൈകിട്ട് 5:30-നും 8:30-ക്കുമാണ് മത്സരങ്ങൾ. ദോഹയിൽ നിന്ന് വിവരങ്ങളുമായി അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, എങ്ങനെയൊക്കെയാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്? എത്രത്തോളം ആവേശത്തിലാണ്? പിന്നെ ഫിഫ അറബ് കപ്പിൻ്റെ ആദ്യത്തെ ക്വാർട്ടർ പോരാട്ടം മൊറോക്കോയും സിറിയയും തമ്മിലാണ്. അത് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുന്നത്. ഗ്രൂപ്പ് ബിയിലെ ചാമ്പ്യന്മാരായിട്ടാണ് മൊറോക്കോ എത്തുന്നതെങ്കിൽ ായിട്ട് എത്തുന്നത്. ഇതുവരെ മൊറോക്കോ ഒരൊറ്റ കളിയിലും തോറ്റിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ സിറിയക്കെതിരെയുള്ള മത്സരത്തിൽ ഒരു അഡ്വാൻറ്റേജ്, ഒരു എഡ്ജ് കൃത്യമായിട്ട് മൊറോക്കോ എന്ന് പറയുന്ന ആഫ്രിക്കൻ ടീമിനുണ്ട്. സിറിയ ആകട്ടെ ഒന്നാമത്തെ ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പ് എയിൽ നിന്ന് റണ്ണേഴ്സ് അപ്പായിട്ടാണ് ക്വാർട്ടറിലേക്ക് യോഗ്യത നേടുന്നത്. ഇതാണ് ആദ്യത്തെ ഒരു മൊറോക്കോയും സിറിയയും തമ്മിലുള്ള മത്സരത്തിൻ്റെ ചിത്രം എന്ന് പറയുന്നത്. ഈ ഒരു മത്സരത്തിൽ ഒരു ഫുട്ബോളാണ്, നമുക്കൊരു എഡ്ജ് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഈ ടൂർണമെന്റിലെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുന്ന സമയത്ത് ഒരു കളിയിലും തോറ്റിട്ടില്ല എന്നുള്ളത് ഒരു ആത്മവിശ്വാസം മൊറോക്കോയുടെ ടീമിനുണ്ടാകും. രണ്ടാമത്തെ കളി ഫലസ്തീനും സൗദിയും തമ്മിലാണ്. ലുസൈൽ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരമുള്ളത്. ഫലസ്തീൻ ഗ്രൂപ്പ് എയിലെ ചാമ്പ്യന്മാരായാണ് അടുത്ത റൗണ്ടിലേക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നതെങ്കിൽ സൗദി ഗ്രൂപ്പ് ബിയിലെ റണ്ണേഴ്സ് അപ്പുകളായിട്ടാണ് അടുത്ത റൗണ്ടിലേക്ക് എത്തുന്നത്. 3 കളിയിൽ 2 ജയമാണ് സൗദി നേടിയത്. ഇത് ഇത്രയും തന്നെ ജയമാണ് ഫലസ്തീന് നേടിയിട്ടുള്ളത്. പക്ഷേ അവർ മറ്റൊരു സമനില നേടിയിട്ടുണ്ട്. ഒരൊറ്റ കളിയിലും ഫലസ്തീൻ തോറ്റിട്ടില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട സംഗതിയാണ്. ഈ ഒരു ടൂർണമെന്റിൽ ഈ ടൂർണമെന്റ് ഏറ്റവും ആവേശഭരിതമാക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അത് ഫലസ്തീൻ്റെയും സിറിയയുടെയും 2 സംഘർഷങ്ങൾ കൊണ്ട്, യുദ്ധങ്ങൾ കൊണ്ട്, സ്വാസ്ഥ്യം ഇല്ലാത്ത എന്താ പറയുക, ഒരു സംഘർഷങ്ങൾ കൊണ്ടൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ 2 നാടുകൾ അവർ അടുത്ത റൗണ്ടിലേക്ക്, ഫുട്ബോളിൻ്റെ ആഹ്ലാദത്തിലേക്ക്, അടുത്ത ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നുള്ളതാണ്. ഈ ഒരു ആഹ്ലാദവും ഇതിൻ്റെ ആഹ്ലാദ ആരവങ്ങൾ നമ്മൾ പല സ്റ്റേഡിയങ്ങൾക്ക് പുറത്തും നമ്മൾ കണ്ടതാണ്, നമ്മളിത് റിപ്പോർട്ട് ചെയ്തതാണ്. ഏതായാലും ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രവും സിറിയ എന്ന് പറയുന്ന രാഷ്ട്രവും അടുത്ത ഘട്ടത്തിലേക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഫലസ്തീൻ സൗദി പോരാട്ടത്തിൽ 2 പേർക്കും ഒരു എഡ്ജ് പറയാൻ പറ്റില്ല. രണ്ടും തുല്യ ശക്തികൾ എന്നുള്ള നിലയിലാണ് പോരാട്ടങ്ങൾ. നാളെ ഈ മത്സരങ്ങളാണ്, ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങളാണ് നടക്കുന്നത്. അടുത്ത ക്വാർട്ടറിലെ പോരാട്ടങ്ങൾ അടുത്ത ദിവസം ജോർഡാനും ഇറാഖും തമ്മിലുള്ള ഒന്നാമത്തെ മത്സരം. രണ്ടാമത്തെ മത്സരം അൾജീരിയയും UAEയും തമ്മിലാണ്. ഇതുകൂടിയാണ് വെള്ളിയാഴ്ചയിലാണ് ഈ പോരാട്ടം വരുന്നത്. ധന്യ. ശരി അബ്ബാസ്.
സൗദിയിൽ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന സൂപ്പർ സ്മാഷ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് നാളെ തുടക്കമാകും. ടൂർണമെന്റിനായുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. റിയാദിലെ റായിദ് പ്രോ കോർട്ടാണ് വേദി. ഇന്ത്യ, ശ്രീലങ്ക, ഫിലിപ്പീൻസ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ടീമുകൾ കളത്തിലിറങ്ങും. സൂപ്പർ സ്മാഷുമായി ബന്ധപ്പെട്ട അനൌദ്യോഗിക മാച്ചുകൾക്ക് ഇന്നു മുതൽ തുടക്കമായി. വിവരങ്ങളുമായി മിഷാൽ ചെർപ്പുളശ്ശേരി ചേരുന്നുണ്ട്. മിഷാൽ, എന്തൊക്കെ ഒരുക്കങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത്? മീഡിയ വൺ ഒരുക്കുന്ന ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റായ സൂപ്പർ സ്മാഷ് നടക്കാനിരിക്കുന്ന റിയാദിലെ റായിദ് പ്രോ കോർട്ടിലാണ് ഞാനിപ്പോൾ നിലവിൽ ഉള്ളത്. നാളെയാണ് മത്സരങ്ങൾക്ക് തുടക്കമാവുക. ഇവിടുത്തെ 9 കോർട്ടുകളിലായിട്ടായിരിക്കും മത്സരങ്ങൾ പുരോഗമിക്കുക. 13 രാജ്യങ്ങളിൽ നിന്നായി 500-ലധികം കളിക്കാരായിരിക്കും നാളെ മത്സരത്തിന് ഇറങ്ങുക. അതിൻ്റെ ടൂർണമെൻറ്റിൻ്റെ അവസാനഘട്ട പ്രവൃത്തികളാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ ഇപ്പോൾ മാർക്കറ്റിംഗ് പ്രതിനിധി ആയിട്ടുള്ള അമൽ മക്ബൂൽ കൂടെയുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അമൽ മക്ബൂലിനോട് ചോദിച്ചറിയാം. എന്തൊക്കെയായി ഇവിടുത്തെ ഒരുക്കങ്ങൾ? ഇവിടെ ഇപ്പം 9 കോർട്ടിലായിട്ട് കളികൾ നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഇപ്പം 500ഓളം പ്ലെയേഴ്സ് വരാൻ നിൽക്കുകയാണ്. 3 ദിവസമായിട്ടാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത്. ഞങ്ങൾ വിചാരിച്ചിരുന്നത് 2 ദിവസമായിട്ട് വെക്കാനാണ്. പക്ഷെ ഇത്രയും എൻട്രീസ് ഉണ്ടായതുകൊണ്ട് ഞങ്ങളത് 3 ദിവസത്തേക്കാക്കി മാറ്റിയിട്ടുണ്ട്. 13 നാഷണാലിറ്റീസോളം ഉള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഈ ടൂർണമെൻറ്റിൽ. അതിൽ ചൈനീസ് ഉണ്ട്, ശ്രീലങ്കയിൽ നിന്ന് ആൾക്കാരുണ്ട്, ഫിലിപ്പീനോസ് ഉണ്ട്, ഇന്തോനേഷ്യൻസ് ഉണ്ട്, ഇന്ത്യക്കാർ തന്നെ ഒരു 300ഓളം ഉണ്ട്. അതല്ലാതെ 100-150ഓളം വേറെ നാഷണാലിറ്റീസ് ഉള്ള ആൾക്കാരും വരുന്നുണ്ട്. ഇവിടെ കളിക്കാർക്ക് വേണ്ടി എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ളത്? അവർക്ക് വേണ്ടി നമ്മൾ റിഫ്രഷ്മെൻറ്റ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. അതല്ലാണ്ട് ഫുൾ സർവീസ് ഉണ്ട് ഇവിടെ. എല്ലാവിധ സർവീസുകളും നമ്മൾ നൽകുന്നുണ്ട്. മീഡിയ വൺ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ടൂർണമെൻറ്റുമായിട്ട് അല്ലേ? അപ്പോൾ എന്താണ് പറയാനുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട്? ഇങ്ങനെ ഒരു ടൂർണമെൻറ്റ് ആദ്യമായിട്ടാണ് നടത്തുന്നത്. ബാഡ്മിൻ്റൺ ഇവിടെ നന്നായിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ചെറുപ്പം മുതലേ വളർന്ന കുട്ടിയാണ്. അപ്പം ഞാൻ പണ്ടേ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ലെവലിൽ മീഡിയ പ്രസൻസോടെ ഇതുവരെ നടന്നിട്ടില്ല. അപ്പം ഇത് ആദ്യമായിട്ടാണ് മീഡിയ പ്രസൻസോടെ ബാഡ്മിൻ്റൺ ഇവിടെ നടക്കുന്നത്. അപ്പം ഇവിടുത്തെ ഈ ബാഡ്മിൻ്റൺ കമ്മ്യൂണിറ്റി തന്നെ ശരിക്കും ഭയങ്കര ഹാപ്പിയാണ്. ഫിലിപ്പിനോസ് ഒക്കെ ആയിരുന്നു ഇത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ നമ്മളെ കൂടെ ഹെൽപ്പ് ചെയ്തിരുന്നത്. ക്യാഷ് അവാർഡ് അടക്കം ഉള്ള സമ്മാനങ്ങളാണ് വിജയികൾക്ക് നൽകുന്നത് അല്ലേ? എന്തൊക്കെയാണ് ഈ സമ്മാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നല്ല അടിപൊളി ട്രോഫീസൊക്കെ, ഷട്ടിലിൻ്റെതും പ്രൈസ് മണിയും ഉണ്ട്, ഷട്ടിലിൻ്റെ ഷേപ്പിലുള്ള ഒരു ട്രോഫിയൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഈ സൗദി ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ ഹെഡ് കോച്ചായിട്ടുള്ള അമ്മാർ അവാദായിരിക്കും ഇവിടെ വരിക ആ ഒരു സമയത്ത് ഗസ്റ്റായിട്ട്. ഇതല്ലാണ്ട് ഞങ്ങളൊരു എക്സിബിഷൻ മാച്ചും കൂടി വെക്കാൻ വിചാരിക്കുന്നുണ്ട് നാളത്തെ ഇനോഗ്രേഷൻ്റെ സമയത്ത്. അതിൽ ഇന്തോനേഷ്യൻ പ്ലെയർ ആയിട്ടുള്ള ഒരു ആഷിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും ഇന്ത്യൻ സ്റ്റേറ്റ് പ്ലെയേഴ്സ് ആയിട്ടുള്ള നവനീത് ആൻഡ് ബെൻസൺ അവരും ഇതിൽ കളിക്കും. ഞങ്ങൾ ഹെഡ് കോച്ചിൻ്റെ കൂടെ അമ്മാറിൻ്റെ കൂടെ. ഓക്കെ, താങ്ക് യു, വിജയാശംസകൾ. അപ്പോൾ എന്തായാലും മീഡിയ വൺ സൂപ്പർ സ്മാഷ് നാളെ 5:30 മണി മുതൽ ആരംഭിക്കും. റിയാദിൽ നിന്നും മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ വൺ. ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സംഘടിപ്പിക്കുന്ന ഖിഫ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ സെമി ഫൈനൽ പോരാട്ടങ്ങൾ നാളെ മുതലാണ്. ദോഹ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. ആദ്യ സെമി പോരാട്ടത്തിൽ മാപ്സ് കോഴിക്കോടും QRIFC തൃശ്ശൂരുമാണ് കൊമ്പ് കോർക്കുന്നത്. ദോഹ സ്റ്റേഡിയത്തിൽ വ്യാഴം വൈകിട്ട് 7:30-ക്കാണ് കിക്ക് ഓഫ്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30-ക്ക് നടക്കുന്ന രണ്ടാം സെമി ഫൈനലിൽ ഗ്രാൻഡ്മാൽ FC മലപ്പുറം യുണൈറ്റഡ് എറണാകുളവുമായി ഏറ്റുമുട്ടും. മത്സരങ്ങൾക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു. ഇപ്രാവശ്യം പ്രവചനാതീതമാണ്. ആര് ജയിക്കുമെന്ന് നമുക്ക് പറയാൻ അത്ര ഈസിയല്ല. സോ 4 ടീമും ഈക്വൽ ഇമ്പോർട്ടൻറ്റും ഈക്വലായിട്ട് പവർഫുള്ളുമാണ്. പ്രാഥമിക റൗണ്ടിലും മത്സരിച്ച ടീമുകളൊക്കെ തന്നെ ഒന്നിനോടൊന്ന് മെച്ചമായിരുന്നു. പക്ഷേ എല്ലാ ടീമിനും ഫൈനലിലെത്താൻ പറ്റില്ല എന്നുള്ളൊരു സത്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ അവർ ഔട്ടായി പോയതാണ്. വരുന്ന തേഴ്സ്ഡേ ഫ്രൈഡേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദോഹ സ്റ്റേഡിയം ഫുൾ ആളുണ്ടാവും എന്ന് തന്നെയാണ്. പ്രാഥമിക റൗണ്ടിൽ കൂടുതൽ പോയിന്റ് നേടിയാണ് മലപ്പുറവും തൃശ്ശൂരും സെമി ബർത്ത് ഉറപ്പാക്കിയത്. പ്ലേ ഓഫ് വഴിയാണ് കോഴിക്കോടിൻ്റെയും എറണാകുളത്തിൻ്റെയും സെമി ഫൈനൽ പ്രവേശം. ഏകപക്ഷീയമായ 4 ഗോളിന് കാസർഗോഡിനെയാണ് എറണാകുളം തോൽപ്പിച്ചത്. വയനാട് കൂട്ടത്തെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചാണ് കോഴിക്കോട് സെമിയിലേക്ക് മാർച്ച് ചെയ്തത്. മീഡിയ വൺ, ദോഹ.
UAE-ൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ ആരംഭിച്ചു. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ 21 മീറ്റർ ഉയരമുള്ള ക്രിസ്മസ് ട്രീയും ഡ്രോൺ ഷോയുമാണ് സന്ദർശകർക്കായി ഒരുക്കിയത്. തണുപ്പ് ആരംഭിച്ചതിനാൽ UAE-ലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കും ആരംഭിച്ചു. UAE-ൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കിയ 21 മീറ്റർ നീളമുള്ള ഒരു ക്രിസ്മസ് ട്രീയും എന്റെ പുറകിൽ കാണുന്നത് അതിന്റെ ആഘോഷങ്ങളുമാണ്. ക്രിസ്മസ് അപ്പൂപ്പൻ വന്ന ഈ ക്രിസ്മസ് ട്രീക്ക് വെളിച്ചം കൊളുത്തി തുടർന്ന് കാണുന്ന ആഘോഷങ്ങളാണ് എന്റെ പുറകിൽ കാണുന്നത്. So we're starting the Christmas with family from all over the world, and the girls are very excited, aren't you? ഒന്നും കൂടെ ഫെസ്റ്റിവൽ പോലെയല്ലേ ഇവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ നാട്ടിൽ വെച്ച് നോക്കുമ്പം. അപ്പം ഇതൊന്നും കൂടെ എക്സൈറ്റഡ് ആയിട്ട് തോന്നി. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി UAE ഒരുങ്ങിക്കഴിഞ്ഞു. തണുപ്പ് കൂടി എത്തിയതോടെ UAE-ലേക്കുള്ള സന്ദർശകരുടെ എണ്ണവും വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ബുർജ് ഖലീഫയിൽ ഉൾപ്പെടെ പുതുവത്സര വെടിക്കെട്ട് കാണാൻ സന്ദർശകർ എത്തിത്തുടങ്ങി. എല്ലാ വർഷവും പോലെ വെടിക്കെട്ടുകളിൽ റെക്കോർഡുകൾ മറികടക്കാനുള്ള ഒരുക്കത്തിലാണ് അബുദാബിയും റാസൽ ഖൈമയും. അബുദാബി സായിദ് ഫെസ്റ്റിവലിൽ ഇത്തവണ 62 മിനിറ്റ് നീളമുള്ള വെടിക്കെട്ടാണ് ഒരുങ്ങുന്നത്. ആഘോഷങ്ങളുടെ ഭാഗമായി ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കിയ അതിമനോഹരമായ ഒരു ഡ്രോൺ ഷോയാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ക്രിസ്മസ് പാപ്പയും അതുപോലെ തന്നെ പുൽക്കൂടുമെല്ലാമായി ക്രിസ്മസിന്റെ തീമിൽ മനോഹരമായ ഒരു വിരുന്ന് തന്നെയാണ് സന്ദർശകർക്കായി ഗ്ലോബൽ വില്ലേജ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ലോകത്തിന്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ താമസിക്കുന്ന UAE ലോകത്തെ എല്ലാ ആഘോഷങ്ങളും വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് കൊണ്ടാടപ്പെടുന്നത്. അത് ക്രിസ്മസ് ആണെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും മറ്റേതൊരു ആഘോഷമാണെങ്കിലും. ഗ്ലോബൽ വില്ലേജിൽ നിന്ന് യാസർ അറഫാത്തിനൊപ്പം അക്ഷയ് പേരാവൂർ, മീഡിയ വൺ. ദോഹയും റിയാദിനെയും റെയിൽ വഴി ബന്ധിപ്പിക്കാനുള്ള ചരിത്രപരമായ കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ് ഖത്തറും സൗദിയും. റിയാദിൽ കഴിഞ്ഞ ദിവസം ചേർന്ന സൗദി ഖത്തറി കോർഡിനേഷൻ കൌൺസിലിന്റെ 8ാമത് യോഗത്തിലാണ് സുപ്രധാനമായ തീരുമാനമെടുത്തത്. ഖത്തർ അമീറിന്റെയും സൗദി കിരീടാവകാശിയുടെയും സാന്നിധ്യത്തിലായിരുന്നു ഈ കരാർ. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും വർഷ. തീർച്ചയായും തന്നെ ധന്യ പറഞ്ഞതുപോലെ തന്നെ ഈ 2 ഗൾഫ് തലസ്ഥാനങ്ങൾ 2 മണിക്കൂർ യാത്രാ ദൈർഘ്യം കൊണ്ട് ബന്ധിപ്പിക്കുക എന്നത് വലിയ സാധ്യതയാണ്. ഇത് നയതന്ത്ര മേഖലയിലടക്കം വലിയ സാധ്യതകൾ തുറന്നു കാട്ടുമെന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഇനി ഇതിന്റെ സാങ്കേതികത്വം എങ്ങനെയാണ്, യാത്രാ ദൈർഘ്യമൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് വിശദമായി പരിശോധിക്കേണ്ടത്. വെറും 2 മണിക്കൂർ യാത്രാ ദൈർഘ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു നേട്ടം. അതിൽ ചിറിപ്പായാൻ ദോഹ റിയാദ് ഹൈവേ സ്പീഡ് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇനി ഇതിന്റെ ദൈർഘ്യം എത്രയാണ് എന്നുള്ളതാണ്. 785 കിലോമീറ്റർ ദൈർഘ്യമാണ്. വേഗത മണിക്കൂറിൽ 300 കിലോമീറ്റർ ആണ് എന്നുള്ളതാണ് ഇതിന്റെ വേഗത. അതിൽ യാത്രാ സമയം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ 2 മണിക്കൂർ കൊണ്ട് പ്രതീക്ഷിച്ച സ്ഥലത്തെത്തും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേട്ടം. ഇനി യാത്രക്കാർ പ്രതിവർഷം എത്ര യാത്രക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് അധികൃതരുടെ ഒരു തീരുമാനം കൂടിയാകും. അതിൽ പ്രതീക്ഷിത യാത്രക്കാർ എന്ന് പറയുന്നത് 1 കോടിയാണ്. പ്രതിവർഷം 1 കോടി യാത്രക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി അത് 6 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചിട്ടുമുണ്ട്. ഇനി ഏതൊരു പുതിയ സംവിധാനം വരുമ്പോഴും സ്വാഭാവികമായും ഉയർന്നു വരുന്ന സംശയം ഇതിൽ എത്രത്തോളം തൊഴിലവസരങ്ങളുണ്ട്, പുതിയ തൊഴിൽ സാധ്യതകൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ്. അതിൽ 2 രാജ്യങ്ങളിലുമായി ഏകദേശം 30,000-ഓളം തൊഴിലവസരങ്ങളാണ് വരുന്നത്. അത് തൊഴിൽ അന്വേഷകർക്ക് വലിയ സാധ്യതയാണ് ഈ ഘട്ടത്തിൽ തുറന്നു നൽകുന്നത് എന്നുള്ളതും സംശയം വേണ്ട. ഇനി പ്രധാനമായും ബന്ധിപ്പിക്കുന്ന വിമാനത്താവളങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ദോഹ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം, റിയാദ് കിങ് സൽമാൻ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവയാണ് ഈ റെയിൽപാത ബന്ധിപ്പിക്കുന്നത് എന്നുള്ളതും കൂടിയുണ്ട്.
ഇനി ഇതിന്റെ പ്രഖ്യാപനം റിയാദിലെ ഖത്തർ അമീർ സൗദി കിരീടാവകാശി കൂടിക്കാഴ്ചയിലായിരുന്നു ഈ പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായത്. നിരവധി തൊഴിലവസരങ്ങൾ, 2 മണിക്കൂർ യാത്രാ ദൈർഘ്യം കൊണ്ട് ഈ പ്രതീക്ഷിച്ച സ്ഥലത്തെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം കൂടിയാണ്. ഇനി എന്തൊക്കെയാണ് ഈ പുതിയ റെയിൽപാത അല്ലെങ്കിൽ പുതിയ ഒരു ഹൈ സ്പീഡ് ട്രെയിനിന്റെ പ്രധാനപ്പെട്ട പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിൽ GDP സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ GDP യിൽ 2 രാജ്യങ്ങളിലുമായി 115 ബില്യൺ റിയാൽ വർധനയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുക. ഈ ടൂറിസം, ചരക്ക് നീക്കം തുടങ്ങിയ മേഖലകളിൽ വൻ കുതിപ്പുണ്ടാകും എന്നുള്ളത് മറ്റൊരു നേട്ടം കൂടിയാണ്. അതുപോലെ GCCയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര റെയിൽ നെറ്റ്വർക്ക് ആകും ഇത്. നയതന്ത്ര മേഖലയിൽ പുതിയ വാതിലുകൾ തുറക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേട്ടമാണ്. യെസ്, ഇതാണ് ദോഹ റിയാദ് ഹൈസ്പീഡ് ട്രെയിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതകൾ, അതിന്റെ പ്രത്യേകതകൾ. അങ്ങനെ നിരവധി തൊഴിലവസരങ്ങളും ഈ ഘട്ടത്തിൽ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയുണ്ട്. ധന്യ. ശരി വർഷ. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകും. കരാറിന്റെ കരടിന് ഒമാൻ ഷൂറ കൌൺസിൽ അംഗീകാരം നൽകി. തുടർ നടപടികൾക്കായി കരട് മന്ത്രിമാരുടെ കൌൺസിലിന് അയച്ചു. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സമഗ്ര വ്യാപാര കരാറിന്റെ കരടിന് ഒമാൻ ഷൂറ കൌൺസിലിന് അംഗീകാരം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന സുപ്രധാന നീക്കമാണിത്. മന്ത്രിസഭാ കൌൺസിൽ നൽകിയ കരട് വിശദമായ ചർച്ചകൾക്കും സാമ്പത്തിക ധനകാര്യ സമിതിയുടെ റിപ്പോർട്ടും പരിശോധിച്ചതിനു ശേഷമാണ് ഷൂറ കൌൺസിൽ അംഗീകരിച്ചത്. ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരാർ കൊണ്ടുണ്ടാകുന്ന അവസരങ്ങൾ, വെല്ലുവിളികൾ തുടങ്ങി വിവിധ മേഖലകളും ചർച്ചയായി. ശേഷം ഷൂറ കൌൺസിൽ കരട് അംഗീകരിക്കുകയും തുടർ നടപടികൾക്കായി മന്ത്രിമാരുടെ കൌൺസിലിന് അയക്കുകയും ചെയ്തു. കസ്റ്റംസ് തീരുവകൾ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിലൂടെ ഉഭയകക്ഷി വ്യാപാരം വിപുലപ്പെടുത്താനും കരാർ ലക്ഷ്യമിടുന്നു. ഒമാനി ഉൽപ്പന്നങ്ങളുടെ ആഗോളതലത്തിലെ സാന്നിധ്യം ശക്തമാക്കാനും സാമ്പത്തിക മേഖലയ്ക്ക് കൂടുതൽ ഊർജ്ജം പകരാനും കരാർ കൊണ്ട് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം അടുത്തയാഴ്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഒമാൻ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ഈ അവസരത്തിലാണ് കരാർ വീണ്ടും ചർച്ചയാവുന്നത്. മീഡിയ 1 മസ്കത്ത്. പശ്ചിമേഷ്യൻ സന്ദർശനങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശനം ഈ മാസം നടന്നേക്കും. ഡിസംബർ 17, 18 തീയതികളിലായി പ്രധാനമന്ത്രി ഒമാനിലെത്തുമെന്നാണ് റിപ്പോർട്ട്. സന്ദർശനത്തിൽ ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാറും ഒപ്പുവച്ചേക്കും. പശ്ചിമേഷ്യയിലും ആഫ്രിക്കയിലുമായുള്ള 4 ദിവസത്തെ സന്ദർശനത്തിനൊടുവിലാണ് പ്രധാനമന്ത്രി ഒമാനിലെത്തുകയെന്നാണ് റിപ്പോർട്ട്. 3 രാഷ്ട്രങ്ങളിലായിരിക്കും പര്യടനം നടത്തുക. ഡിസംബർ 15 മുതൽ 18 വരെയാണ് സന്ദർശനം. ഡിസംബർ 17-നോ 18-നോ പ്രധാനമന്ത്രി ഒമാനിലെത്തിയേക്കും. ജോർദാനും എത്യോപ്യയുമാണ് സന്ദർശിക്കാനിടയുള്ള ഇതര രാജ്യങ്ങൾ. ഇന്ത്യ ഒമാൻ ഉഭയകക്ഷി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 70ാം വാർഷിക വേളയിൽ നടക്കുന്ന സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ പ്രധാന സാമ്പത്തിക പങ്കാളികളിൽ ഒന്നുമാണ് ഒമാൻ. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനത്തിന് ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് നരേന്ദ്രമോദി ഒമാനിലെത്തുന്നത്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറും വ്യാപാരത്തിനും നിക്ഷേപത്തിനും ഉത്തേജനം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി സന്ദർശനത്തിന്റെ ഭാഗമായി കരാർ ഒപ്പുവെച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമേഷ്യയിലെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത പ്രതിരോധ പങ്കാളി കൂടിയാണ് ഒമാൻ. ഇന്ത്യയുടെ പ്രതിരോധ സേനയുടെ 3 വിഭാഗങ്ങളും സംയുക്ത അഭ്യാസം നടത്തിയ ആദ്യത്തെ ഗൾഫ് രാജ്യമാണ് ഒമാൻ. മീഡിയ 1 മസ്കത്ത്. ബാധ്യതകൾ തീർക്കാതെ രാജ്യം വിടുന്നവർക്കെതിരെ നിയമം കർശനമാക്കാൻ ബഹ്റൈൻ. നിയന്ത്രണം കർശനമാക്കാനുള്ള നിർദ്ദേശത്തിന് പാർലമെന്റ് അംഗീകാരം നൽകി. നിയമനിർമ്മാണം സംബന്ധിച്ച അന്തിമ തീരുമാനം വരും ദിവസങ്ങളിലുണ്ടായേക്കും. കടങ്ങൾ വീട്ടാതെ രാജ്യം വിടുന്നവർക്ക് കടിഞ്ഞാണിടാൻ ബഹ്റൈൻ. ഇത്തരക്കാർക്കെതിരെ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിനായി അവതരിപ്പിച്ച നിർദ്ദേശം പാർലമെന്റ് അംഗീകരിച്ചു. നിയമം നടപ്പിലായാൽ ബഹ്റൈനിലെ വിദേശ നിക്ഷേപകർ, ഫ്ലെക്സി വിസയിൽ ജോലി ചെയ്യുന്നവർ, CR ഉടമകൾ തുടങ്ങിയവരെയാകും ഇത് നേരിട്ട് ബാധിക്കുക. ബഹ്റൈനിൽ വരുത്തിവെച്ച കടബാധ്യതകൾ തീർക്കാതെ പലരും രാജ്യം വിടുന്നത് വർദ്ധിച്ചു വരുന്നെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ നീക്കം നടക്കുന്നത്. വാടക കുടിശ്ശിക, ബാങ്ക് വായ്പാ തിരിച്ചടവുകൾ, സർക്കാർ ഫീസുകൾ, വിവിധ ഇനത്തിലുള്ള പിഴകൾ എന്നിവ വീട്ടാതെയാണ് പലരും രാജ്യം വിടുന്നതെന്ന് അധികൃതർ പറയുന്നു. സ്ട്രാറ്റജിക് തിങ്കിംഗ് ബ്ലോക്ക് വക്താവായ ഖാലിദ് ബുവാനക്കിന്റെ നേതൃത്വത്തിൽ 5 എംപിമാരാണ് ഇത് സംബന്ധിച്ച അടിയന്തര പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിച്ചത്. കടം വീട്ടാതെ രാജ്യം വിടുന്ന ഈ പ്രവണത വിദേശ നിക്ഷേപകരിലുള്ള വിശ്വാസം ഇല്ലാതാക്കുകയും രാജ്യത്ത് കടുത്ത സാമ്പത്തിക നഷ്ടം വരുത്തുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ രാജ്യത്തെ നിക്ഷേപാന്തരീക്ഷത്തെ പ്രതികൂലമായി ബാധിക്കുകയും ആയിരക്കണക്കിന് പ്രാദേശിക വ്യാപാരികളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നുവെന്ന് എംപിമാർ ചൂണ്ടിക്കാട്ടി. നിയന്ത്രണങ്ങൾ കർശനമാക്കാനുള്ള നിർദ്ദേശം പാർലമെന്റ് അംഗീകരിച്ചതോടെ പ്രമേയം തുടർ പരിഗണനയ്ക്കായി മന്ത്രിസഭയ്ക്ക് കൈമാറിയിട്ടുണ്ട്. മീഡിയ 1 ബഹ്റൈൻ. സൗദിയിലെ കമ്പനി ഉടമസ്ഥാവകാശം സംബന്ധിച്ച നിയമം കർശനമാക്കുമെന്ന് വാണിജ്യമന്ത്രി. ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കമുണ്ടായാൽ കമ്പനിയുടെ നിയമാവലിക്കനുസരിച്ചാകും തീരുമാനമെടുക്കുക. കമ്പനിയിൽ 25% അതിൽ കൂടുതലോ ഭൂരിപക്ഷ ഓഹരിയുള്ളവരെയാകും ബെനിഫിഷ്യൽ ഓണറായി കണക്കാക്കുക. സൗദി അറേബ്യയിലെ കമ്പനി ഉടമസ്ഥാവകാശം സംബന്ധിച്ച നിയമമാണ് കർശനമാക്കാൻ പോകുന്നത്.
ഇതിൽ പ്രധാനപ്പെട്ടത് സൗദിയിലെ കമ്പനിയുടെ ബെനിഫിഷ്യൽ ഓണർ ആരാണ് എന്നത് തിരിച്ചറിയാനുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുമെന്നുള്ളതാണ് വാണിജ്യമന്ത്രി മാജിദ് അൽ കസബി പറഞ്ഞത്. ഇതിനുള്ള ഭേദഗതിക്ക് മന്ത്രാലയം അംഗീകാരം നൽകി. അന്തിമമായി ഉടമസ്ഥാവകാശം കൈയാളുന്നയാൾക്കാണ് ബെനിഫിഷ്യൽ ഓണർ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ ബെനിഫിഷ്യൽ ഓണറായി കണക്കാക്കണമെങ്കിൽ കമ്പനിയിൽ നേരിട്ടോ അല്ലാതെയോ 25% അതിലധികമോ ഉടമസ്ഥാവകാശം വെച്ചു പുലർത്തിയിരിക്കണം. ഇതാണ് സൗദിയിലെ നിയമം. കമ്പനിയിൽ ഒന്നിലധികം ഉടമകൾ ഉണ്ടെങ്കിലും ആർക്കും ഈ നിശ്ചിത ശതമാനം ഉടമസ്ഥാവകാശം ഇല്ലാത്ത സാഹചര്യത്തിലും കമ്പനിയുടെ നിയന്ത്രണമുള്ള ആളെ ഇതിനായി പരിഗണിക്കും. ഈ 2 മാനദണ്ഡങ്ങൾ പ്രകാരവും ബെനിഫിഷ്യൽ ഓണറെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ കമ്പനിയുടെ ഘടനയനുസരിച്ച് മാനേജർ, ബോർഡ് അംഗം, ചെയർമാൻ എന്നിവർക്ക് ഈ പദവി നൽകും. മറ്റൊരാൾക്ക് വേണ്ടി ഓഹരി അവകാശങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവരെല്ലാം ബെനിഫിഷ്യൽ ഓണറുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുകയും ഉണ്ടാകുന്ന മാറ്റങ്ങൾ 15 ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്യുകയും വേണം. അല്ലാത്തപക്ഷം ഉടമസ്ഥ അവകാശത്തിൽ നഷ്ടങ്ങൾ നേരിടുന്ന സാഹചര്യമുണ്ടാകുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. മീഡിയ 1 റിയാദ്. കുവൈത്തിലെ ഫാമിലി റെസിഡൻഷ്യൽ ഏരിയകളിൽ താമസിക്കുന്ന വിദേശി ബാച്ചിലർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയ അധികൃതർ. പ്രശ്നം പരിഹരിക്കുന്നതിനായി ഫർവാനിയ ഗവർണർ ഷെയ്ഖ് അദ്ബി അൽ നാസറിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു. ഫർവാനിയ ഗവർണറേറ്റിലെ കുടുംബ പാർപ്പിട മേഖലകളിൽ ബാച്ചിലേഴ്സിന്റെ താമസത്തിനെതിരെയാണ് നീക്കം ശക്തമാക്കുന്നത്. കുവൈറ്റ് മുനിസിപ്പാലിറ്റി, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ, വൈദ്യുതി ജല മന്ത്രാലയ പ്രതിനിധികൾ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഫീൽഡ് പരിശോധനകളിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ യോഗത്തിൽ വിലയിരുത്തി. മേൽനോട്ടം ശക്തിപ്പെടുത്താനും തീരുമാനമായി. സ്വകാര്യ പാർപ്പിട പ്രദേശങ്ങളിലെ സുരക്ഷയും ക്രമസമാധാനവും സംരക്ഷിക്കാനാണ് നീക്കങ്ങളെന്ന് അധികൃതർ വ്യക്തമാക്കി. നിലവിലുള്ള നിയമമനുസരിച്ച് പ്രവാസി ബാച്ചിലർമാർക്ക് കുടുംബ റെസിഡൻഷ്യൽ ഏരിയകളിൽ ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുക്കാൻ അനുമതിയില്ല. നിയമം ലംഘിക്കുന്ന പ്രവാസികളുടെയും കെട്ടിട ഉടമകളുടെയും നേരെ നടപടികൾ ഇതിനകം ശക്തമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഫീൽഡ് പരിശോധനകൾ കൂടി കർശനമാക്കുന്നതിനാൽ ഫാമിലി റെസിഡൻഷ്യൽ ഏരിയകളിൽ കുടുംബസഹിതമല്ലാതെ താമസിക്കുന്നവരെ ഒഴിപ്പിക്കുന്ന നടപടികൾ അടുത്ത ദിവസങ്ങളിൽ വേഗത്തിലാക്കുമെന്നാണ് സൂചന. കുവൈത്തിൽ വിദേശികൾ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ഗവർണറേറ്റാണ് ഫർവാനിയ. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ആരാധനാലയങ്ങളുടെ രാഷ്ട്രീയ വാണിജ്യ ദുരുപയോഗം തടയാനും പ്രവർത്തനം സുതാര്യമാക്കാനും പുതിയ നിയമ ചട്ടക്കൂട് തയ്യാറാക്കിയതായി കുവൈറ്റ് ഇസ്ലാമിക കാര്യ മന്ത്രാലയം അറിയിച്ചു. കരടിന് അന്തിമ രൂപം നൽകുന്നതിനായി ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മന്ത്രാലയം സ്വീകരിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. മതാചാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുകയോടൊപ്പം രാഷ്ട്രീയ ഇടപെടൽ, വിദേശ പ്രചാരണം, അനുമതിയില്ലാത്ത ചടങ്ങുകൾ എന്നിവ കർശനമായി നിരോധിക്കും. ഓരോ ആരാധനാലയത്തിനും പ്രത്യേക ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാക്കാനുള്ളതടക്കം സാമ്പത്തിക സുതാര്യതാ വ്യവസ്ഥകളും കരടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയവമാറ്റ ചികിത്സാ രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് UAE. മനുഷ്യരിൽ മൃഗങ്ങളുടെ അവയവങ്ങളും കൃത്രിമമായി നിർമ്മിച്ച അവയവങ്ങളും ഉപയോഗിക്കാൻ അനുമതി നൽകുന്ന പുതിയ നിയമം നിലവിൽ വന്നു. കർശനമായ ഉപാധികളോടെയാകും ഇത്തരം ശസ്ത്രക്രിയകൾക്ക് അനുമതി നൽകുക. UAE പ്രസിഡന്റ് പ്രഖ്യാപിച്ച ഫെഡറൽ ഡിക്രി നിയമത്തിലാണ് സുപ്രധാന മാറ്റങ്ങളുള്ളത്. അവയവദാന ശസ്ത്രക്രിയകൾക്കായി മനുഷ്യാവയവങ്ങൾക്ക് ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കാൻ അവസരമൊരുക്കുന്നതാണ് പുതിയ നിയമം. മൃഗങ്ങളുടെ അവയവങ്ങളോ അല്ലെങ്കിൽ ലാബുകളിൽ വികസിപ്പിച്ചെടുത്ത കൃത്രിമ അവയവങ്ങളോ മാറ്റിവെക്കാനായി ഉപയോഗിക്കാം. എന്നാൽ ഇതിനായി ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക ലൈസൻസ് നിർബന്ധമാണ്. രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ക്ലിനിക്കൽ ലബോറട്ടറി പരിശോധനകൾ പൂർത്തിയാക്കുകയും രോഗികളിൽ നിന്ന് കൃത്യമായ സമ്മതപത്രം വാങ്ങുകയും വേണം. മനുഷ്യാവയവങ്ങളുടെ കടത്ത് തടയുന്നതിനുള്ള കർശന നിർദ്ദേശങ്ങളും പുതിയ നിയമത്തിലുണ്ട്. 3D ബയോ പ്രിന്റിംഗ് പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾക്കും പ്രോത്സാഹനം നൽകുന്നതാണ് നിയമം. മീഡിയ 1 അബുദാബി. ലോകാരോഗ്യ സംഘടനയുടെ കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിൽ 2025 രോഗപ്രതിരോധ പരിപാടി പ്രകടന സൂചികയിൽ കുവൈറ്റ് മുന്നേറ്റം കൈവരിച്ചു. നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പുകളുടെ മൂല്യനിർണ്ണയത്തിൽ രാജ്യത്തിന് 91% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. രോഗപ്രതിരോധത്തെക്കുറിച്ചുള്ള ഉയർന്ന അവബോധം, ശാസ്ത്രീയ ശുപാർശകളുടെ പ്രയോഗം, ഡാറ്റ അധിഷ്ഠിത തീരുമാനങ്ങൾ എന്നിവയിൽ കുവൈറ്റ് ശ്രദ്ധേയ പുരോഗതി കൈവരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ബഹ്റൈൻ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടതായും വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായും മുന്നറിയിപ്പ്. നാളെ വൈകുന്നേരം മുതൽ ഒറ്റപ്പെട്ട മഴ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. വെള്ളി, ശനി ദിവസങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുമെന്നും കൂടുതൽ മഴ പ്രതീക്ഷിക്കാമെന്നും മന്ത്രാലയം പറയുന്നു. ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്.
വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്ന ശ്രീലങ്കയ്ക്ക് കൂടുതൽ സഹായം എത്തിച്ച UAE. അവശ്യ വസ്തുക്കളുമായുള്ള 8ാമത്തെ വിമാനവും ശ്രീലങ്കയിലെത്തി. രക്ഷാപ്രവർത്തനങ്ങളിലും UAEയുടെ ദൌത്യസംഘം സജീവമായി രംഗത്തുണ്ട്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ആരംഭിച്ച എയർ ബ്രിഡ്ജ് വഴിയാണ് സഹായം എത്തിക്കുന്നത്. ഇന്ന് 8ാമത്തെ വിമാനമാണ് കൊളംബോയിലെത്തുന്നത്. ദുരിതബാധിതർക്കുള്ള ഭക്ഷണം, മരുന്നുകൾ, ഷെൽട്ടർ ഉപകരണങ്ങൾ തുടങ്ങി 116 ടണ്ണിലധികം ദുരിതാശ്വാസ വസ്തുക്കളാണ് ഇതുവരെ UAE നൽകിയത്. എമിറേറ്റ്സ്, റെഡ് ക്രസന്റും UAE എയ്ഡ് ഏജൻസികളും ചേർന്നാണ് സഹായ വിതരണം ഏകോപിപ്പിക്കുന്നത്. സഹായം എത്തിക്കുന്നതിന് പുറമെ ദുരന്തമുഖത്ത് നേരിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളിലും UAE സംഘം മുൻപന്തിയിലുണ്ട്. അബുദാബി സിവിൽ ഡിഫൻസിന്റെ പ്രത്യേക സേന മണ്ണിടിച്ചിലുണ്ടായ രാജ്യത്തലാവ അടക്കമുള്ള മേഖലകളിൽ തിരച്ചിൽ തുടരുകയാണ്. അത്യാധുനിക ഉപകരണങ്ങളും K9 ഡോഗ് സ്ക്വാഡിന്റെയും പങ്കാളിത്തത്തിലാണ് മണ്ണിടിച്ചിലിൽ കാണാതായവരെ കണ്ടെത്തുന്നത്. ശ്രീലങ്ക പ്രകൃതി ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ UAEയുടെ കൈത്താങ്ങ് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. മീഡിയ 1 അബുദാബി. ഒമാനിലെ സന്ദർശനം പൂർത്തിയാക്കി ലബനാൻ പ്രസിഡന്റ് ജോസഫ് ഔൺ മടങ്ങി. അൽ-അലാം കൊട്ടാരത്തിൽ ഇരുവരും ഔദ്യോഗിക ചർച്ചകൾ നടത്തിയിരുന്നു. വാണിജ്യം, വ്യവസായം, കൃഷി, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ ഒമാനും ലബനാനും തമ്മിലുള്ള സഹകരണം വിശദമായി പരിശോധിച്ചു. അൽ-അലാം പാലസിൽ വെച്ച് ഒമാൻ സുൽത്താൻ ലബനാൻ പ്രസിഡന്റിന് ഔദ്യോഗിക വിരുന്നൊരുക്കിയിരുന്നു. ഒമാനിലെ വിശിഷ്ട ബഹുമതികളിലൊന്നായ ഒമാൻ മിലിറ്ററി മെഡൽ ഫസ്റ്റ് ക്ലാസ് സുൽത്താൻ ലബനാൻ പ്രസിഡന്റിന് സമ്മാനിച്ചു. ലബനാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നാഷണൽ ഓർഡർ ഓഫ് ദി സീഡാർ സുൽത്താൻ ഹൈതമിന് നൽകി ആദരിച്ചു. ഹാജിമാരെ കാണാതാകുന്നത് തടയാൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തുന്ന ഹാജിമാർക്കായി സ്മാർട്ട് വാച്ച് നൽകും. ഇതിനായി 86 കോടിയിലേറെ മൂല്യം വരുന്ന കരാറിനായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വാച്ച് കമ്പനികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. തീർത്ഥാടകരുടെ മുഴുവൻ വിവരങ്ങളും വാച്ചിൽ ലഭ്യമാകും. ഒരു വാച്ചിന് ശരാശരി 7000 രൂപയായിരിക്കും ചിലവ് വരിക. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി കീഴിലാണ് പുതിയ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. ഹാജിമാർക്കായി നൽകുന്ന സ്മാർട്ട് വാച്ച് വഴി മുഴുവൻ വിവരങ്ങളും കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാകും. ഹജ്ജ് സുവിധ ആപ്പുമായി ബന്ധിപ്പിച്ചാണ് വാച്ച് പ്രവർത്തിക്കുക. തീർത്ഥാടകരുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടാലോ കാണാതാവുകയോ ചെയ്താൽ സ്ഥലം കണ്ടുപിടിക്കാനും സംവിധാനമുണ്ട്. അന്താരാഷ്ട്ര റോമിംഗ് സംവിധാനം കൂടി ഉൾപ്പെട്ടതായിരിക്കും വാച്ചുകൾ. 1 GB ഡാറ്റയോടെ 60 ദിവസം വാലിഡിറ്റിയും ഉണ്ടായിരിക്കും. മാനുഫാക്ചറിങ്ങിനായി കമ്പനികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. 1,22,518 വാച്ചുകളാണ് കമ്പനികൾ നൽകേണ്ടി വരിക. ഇതിനായി കണക്കുകൂട്ടുന്ന ഏകദേശ തുക 86 കോടി രൂപയാണ്. ഡിസംബർ 22-നകം കമ്പനികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 7,050 രൂപയായിരിക്കും ഒരു വാച്ചിന് ശരാശരി വരുന്ന തുക. സാബിത് സലീം, മീഡിയ 1, മക്ക. സാമൂഹ്യ സേവന മേഖലയിൽ ഖത്തറിലെ പ്രവാസി സംഘടനകൾക്കിടയിൽ കൂട്ടായ ശ്രമങ്ങൾ അനിവാര്യമാണെന്ന് സെന്റർ ഫോർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് മീറ്റ്. ബർവ വില്ലേജിൽ നടന്ന പരിപാടിയിൽ പ്രമുഖർ പങ്കെടുത്തു. വെറുപ്പ് വളരുന്ന കാലത്ത് പാരസ്പര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും അനിവാര്യത അടിവരയിടുന്നതായിരുന്നു സെന്റർ ഫോർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് അഥവാ CIC ദോഹയിൽ വിളിച്ചു ചേർത്ത കമ്മ്യൂണിറ്റി മീറ്റ്. CIC പ്രസിഡന്റ് RS അബ്ദുൽ ജലീൽ ആമുഖ ഭാഷണം നടത്തി. സാമൂഹ്യ മേഖലയിൽ പ്രവാസികൾക്കൊപ്പം എല്ലാ കാലത്തും CIC ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. CICയുടെ നാൾവഴികൾ KC അബ്ദുൽ ലത്തീഫ് വിശദീകരിച്ചു. ഇന്ററാക്ഷൻ സെഷന് സുഹൈൽ ശാന്തപുരം നേതൃത്വം നൽകി. ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ VT അബ്ദുള്ള കോയ, CIC ജനറൽ സെക്രട്ടറി അർഷദ് E തുടങ്ങിയവർ സംസാരിച്ചു. CICയുടെ പുതിയ നേതൃത്വത്തിന് പങ്കെടുത്തവർ ആശംസകൾ നേർന്നു. മീഡിയ 1, ദോഹ. ഖത്തറിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ ഗ്രാൻഡ് മാളിന്റെ 10ാമത്തെ ഔട്ട്ലെറ്റ് ഗ്രാൻഡ് എക്സ്പ്രസ് ദോഹ നഷ്മയിൽ പ്രവർത്തനം ആരംഭിച്ചു. സാമൂഹ്യ വാണിജ്യ മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും പ്രൊമോഷനുകളും ഒരുക്കിയിട്ടുണ്ട്. ഗ്രാൻഡ് മാൾ റീജിയണൽ ഡയറക്ടർ അഷ്റഫ് ചിറക്കൽ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബൂബക്കർ, ബിൻ യൂസഫ് ഗ്രൂപ്പ് CEO ഡേവിഡ് എന്നിവർ ചേർന്നാണ് പുതിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. CEO ഷെരീഫ് BC, ജനറൽ മാനേജർ അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ വിൽപ്പന IBPC പ്രസിഡന്റ് താഹ മുഹമ്മദ് അഷ്റഫ് ചിറക്കലിൽ നിന്നും ഏറ്റുവാങ്ങി. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന ഷോപ്പിംഗ് കേന്ദ്രമായാണ് ഔട്ട്ലെറ്റ് സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് സംരംഭകർ പറഞ്ഞു. ഏകദേശം GCCയിൽ 130-ലധികം ഔട്ട്ലെറ്റ്, 4.5 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് പെർ ഡേയിൽ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക്
ഒരു പ്രോക്യൂർമെൻറ്റ് വളരെ സ്ട്രോങ് ആണ് നമ്മൾ. അപ്പോൾ നമ്മുടെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രോക്യൂർമെൻറ്റ് സംവിധാനത്തിൽ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള വളരെ കോമ്പറ്റീവ് പ്രൈസിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് വളരെ ചുരുങ്ങിയ വിലയിൽ നമ്മുടെ എല്ലാ സാധനങ്ങളും കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഏരിയ ബിർക്കത്ത് അൽ അവാമിറിൽ ഗ്രാൻഡിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഖത്തറിൽ ഉടനീളം ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാനുള്ള പദ്ധതി നടന്നു വരുന്നതായും സംരംഭകർ വ്യക്തമാക്കി. മീഡിയ 1 ദോഹ. ഒമാൻ എയറിന്റെ മസ്കറ്റ് ട്വായ് സർവീസ് 2026 ജനുവരി 31 ആരംഭിക്കും. ജിദ്ദ, റിയാദ്, ദമാം, മദീന തുടങ്ങിയവയ്ക്ക് ശേഷം സൗദിയിൽ ഒമാൻ എയർ സർവീസ് നടത്തുന്ന 5ാമത്തെ സ്ഥലമാണ് ട്വായ്. ബോയിംഗ് 737 ഉപയോഗിച്ച് ആഴ്ചയിൽ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലായിരിക്കും ഒമാൻ എയർ സർവീസ് നടത്തുക. സൗദിയുമായുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് പുതിയ സർവീസ് സഹായിക്കുമെന്ന് ഒമാൻ എയർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കോൺകോഫിയാറ്റിസ് പറഞ്ഞു. റിയാദ് സീസണിന്റെ ഭാഗമായി സുവൈദിയിൽ അരങ്ങേറുന്ന വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പരിപാടികളിൽ ഉഗാണ്ടയും എത്യോപ്യയും ഭാഗമാകും. സീസണിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇരു രാജ്യങ്ങളും ഭാഗമാവുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. ഉഗാണ്ടയുടെ വിവിധ പരിപാടികൾ ഇന്ന് അവസാനിക്കും. നാളെ മുതൽ സുവൈദിയിൽ തുടരുക എത്യോപ്യൻ കലാ സാംസ്കാരിക പരിപാടികളായിരിക്കും. റിയാദ് സീസണിന്റെ ഭാഗമായി സുവൈദിയിൽ അരങ്ങേറുന്ന വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പരിപാടികൾ തുടരുകയാണ്. ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് സീസൺ പുരോഗമിക്കുന്നത്. വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പരിപാടികളിൽ ഉഗാണ്ടയും എത്യോപ്യയും ഭാഗമാകും. സീസണിൽ ആദ്യമായാണ് ഇരു രാജ്യങ്ങളും പങ്കെടുക്കുന്നത്. ഉഗാണ്ടൻ പാരമ്പര്യ കലകൾ ഉൾപ്പെടുത്തിയായിരുന്നു ഫെസ്റ്റ് പുരോഗമിച്ചത്. പരമ്പരാഗത ചരിത്രം വിളിച്ചോതുന്ന പ്രത്യേക പവലിയനുകളും ഒരുക്കി. ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. ഇന്നലെ ആരംഭിച്ച ഉഗാണ്ടൻ ഫെസ്റ്റ് ഇന്ന് സമാപിക്കും. നാളെ മുതൽ സുവേദിയിൽ തുടരുക എത്യോപ്യൻ കലാ സാംസ്കാരിക പരിപാടികളായിരിക്കും. ഈ മാസം 2-ന് ഇന്ത്യൻ ഫെസ്റ്റോടെയായിരുന്നു സുവേദിയിലെ പരിപാടികളുടെ തുടക്കം. അടുത്ത മാസം 20 വരെ വിവിധ രാജ്യങ്ങളുടെ പരിപാടികൾ സുവേദിയിൽ തുടരും. ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ദുബൈയിൽ സമുദ്രജീവികളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാൻ കൃത്രിമ പവിഴപ്പുറ്റുകൾ സ്ഥാപിച്ചു. ജബൽ അലി തുറമുഖത്ത് പ്രമുഖ ലോജിസ്റ്റിക് കമ്പനിയായ DP വേൾഡാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഡിസ്നി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മറൈൻ സയൻസിന്റെ പങ്കാളിത്തത്തിലാണ് പദ്ധതി. കടൽ ജീവികൾക്ക് അഭയം നൽകുന്നതിന് മുത്തുച്ചിപ്പി ഷെല്ലുകൾ, മണൽക്കല്ലുകൾ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചാണ് കടൽ ഭിത്തികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. യഥാർത്ഥ പവിഴപ്പുറ്റുകളെ പോലെ തോന്നിപ്പിക്കുന്ന ഇത്തരം കൃത്രിമ പാനലുകളിൽ കടൽ ജീവികൾക്ക് വളരാനും ജീവിക്കാനുമുള്ള ആവാസ വ്യവസ്ഥകൾ ഒരുക്കിയിട്ടുണ്ട്. ഓരോ മോഡുലാർ പാനലുകളും നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്ത രൂപത്തിലാണ്. പ്രകൃതിദത്തമായ കല്ലുകളാൽ രൂപം കൊണ്ടതാണെന്ന് തോന്നിപ്പിക്കും വിധത്തിലാണ് ഇവയുടെ രൂപകൽപ്പന. ആദ്യഘട്ടത്തിൽ 1000 പാനലുകളിലാണ് കൃത്രിമ പവിഴപ്പുറ്റുകൾ സ്ഥാപിച്ചത്. 2028ഓടെ 6000 പാനലുകളിൽ പവിഴപ്പുറ്റുകൾ വികസിപ്പിക്കാനാണ് പദ്ധതി. ഇതിന്റെ നിർമ്മാണം കൂടി പൂർത്തിയാകുന്നതോടെ സമുദ്രജീവികളുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന ഏറ്റവും നീളം കൂടിയ കടൽ തീര ഭിത്തികളുള്ള ഗൾഫിലെ തന്നെ തുറമുഖമായി ജബൽ അലി മാറും. പെറുവിലെ കലാവ് തുറമുഖത്ത് DP വേൾഡ് പരീക്ഷണാടിസ്ഥാനത്തിൽ മുമ്പ് പദ്ധതി നടപ്പാക്കിയിരുന്നു. ഇത് വിജയിച്ചതിന് പിന്നാലെയാണ് ജബൽ അലിയിലും കൃത്രിമ പാനലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. മീഡിയ 1, ദുബായ്.